കേരളത്തിലെ IAS ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിൽ കേന്ദ്ര അവഗണന എന്ന ആരോപണം. 61 പേർക്ക് സ്ഥാനക്കയറ്റം നൽകിയതിൽ കേരളത്തിൽ നിന്നും 3 പേർ മാത്രം. കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോയ സഞ്ജയ് ഗാർഗ്, രാജേഷ് കുമാർ സിൻഹ, ആനന്ദ് സിംഗ് എന്നിവർക്ക് മാത്രമാണ് സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ളത്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള മനോജ് ജോഷി കേരളത്തിലേക്കില്ലെന്ന നിലപാടെടുത്തതോടെ ജയതിലക് ചീഫ് സെക്രട്ടറി ആകാനുള്ള സാധ്യത ഉയർന്നിട്ടുണ്ട്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. പല വിഷയങ്ങളിൽ കേന്ദ്ര അവഗണന എന്നാരോപിച്ച് കേരളവും കേന്ദ്രവും ഒക്കെ തമ്മിൽ വാക്പോര് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത കൂടി നമുക്കിടയിലേക്ക് എത്തുന്നത്. എന്താണ് ഈ അവഗണനയ്ക്ക് അടിസ്ഥാനമായ കാരണം? ആരോപണങ്ങളിലെ വിവരങ്ങൾ പറയാം ശരത്. ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ ഉള്ള IAS ഉദ്യോഗസ്ഥന്മാർക്കുള്ള സെക്രട്ടറി തല അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറി തല, ജോയിന്റ് സെക്രട്ടറി തല പ്രൊമോഷനിലാണ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെടുന്ന എംപാനമെന്റിലാണ് നിരന്തരമായിട്ടുള്ള അവഗണന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 94 ബാച്ചിലെ IAS കേരള കേഡർ ഉദ്യോഗസ്ഥരിൽ നിന്ന് 2 പേർക്ക് മാത്രമാണ് സെക്രട്ടറി തല എംപാനമെന്റിൽ എത്തിയിരിക്കുന്നത്. അതേസമയം കേരളത്തിലുള്ള IAS ഉദ്യോഗസ്ഥന്മാർ, അതേ 94 ബാച്ചുകാരായ ജ്യോതിലാൽ, അതേപോലെ തന്നെ പുനീത് കുമാർ, അതേപോലെ റൊത്താവത്ത്, രാജ കോപ്പർഗേഡ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഈ സെക്രട്ടറി തല അർഹരാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരും സർക്കാരിൻ്റെ കേഡർ വ്യവസ്ഥയിൽ തന്നെ ജോലി ചെയ്യുന്നതു എന്ന് മാത്രമല്ല അവരെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പരിഗണിക്കാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. ഏതായാലും അവർക്കിപ്പോൾ കേരളത്തിലെ 94 ബാച്ചുകാർക്ക് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ തലത്തിലുള്ള സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ട് എംപാനൽ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടാണ് ഇതിന് ഒരു പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും NDA സർക്കാർ വന്നതിന് ശേഷം പടിപടിയായി കേന്ദ്രത്തിൽ IAS ഉന്നത തലത്തിലുള്ള കേരള കാഡർ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഇപ്പോൾ നിലവിൽ തന്നെ 5 പേരോളം മാത്രമാണ് സെക്രട്ടറി തല ഉദ്യോഗസ്ഥരുമായി കേരള കേഡർ നിലവിലുള്ളത്. 21ഓളം പേർ കേരള കേഡറിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലുണ്ട്. ആ ഡെപ്യൂട്ടേഷനുള്ള കേരളത്തിൻ്റെ ഡെപ്യൂട്ടേഷനും ഇപ്പോൾ വളരെ കുറച്ചാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. 20ഓളം ഡെപ്യൂട്ടേഷൻ തസ്തികകൾ ഇപ്പോൾ കേന്ദ്രത്തിൽ ഒഴിഞ്ഞു കൊടുക്കുകയാണ് IASകാരുടെ. ഇതൊക്കെ കാണിക്കുന്നത് ഈ കോൺഗ്രസ് UPA സർക്കാരിൻ്റെ കാലത്ത് 15ഓളം സെക്രട്ടറി തല ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൻ്റെ കേഡർ ഉദ്യോഗസ്ഥന്മാർ UPA സർക്കാരിലുണ്ടായിരുന്നു. അത് പടിപടിയായി കുറഞ്ഞാണ് ഇപ്പോൾ 5ലേക്ക് എത്തിയിരിക്കുന്നത്. ഈ എംപാനിൽ നിന്ന് വരുന്ന ഇപ്പോൾ 3 പേരാണ്. അതും ഒരാൾ IMF